നമ്മളങ്ങനെ ചന്ദ്രപൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. കൈവിട് സർപ്രൈസ് ആണ് ചേച്ചിക്ക്, സർപ്രൈസ്. അയ്യോടാ അജോ കറിയുടെ നോക്ക് നിർത്തിയ ചങ്കടമുണ്ടോ? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 5 വർഷമായി. എന്നിട്ട് പോലും ഞാൻ എന്റെ രണ്ടാമത്തെ ചേച്ചിയുടെ വീട്ടിലേക്ക് എനിക്കൊന്നും വരാൻ പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മൾ ധനുമയും അച്ഛയും അമ്മയും കൂടെ അച്ഛയുടെ രണ്ടാമത്തെ ചേച്ചിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അച്ഛയുടെ രണ്ടാമത്തെ ചേച്ചിയുടെ വീട് എവിടെയാ? ഇവിടെയാ, മഹാരാഷ്ട്ര, ചന്ദ്രപൂർ. അപ്പൊ നമ്മള് ട്രെയിൻ ഇറങ്ങി ഇങ്ങനെ വീട്ടിലേക്ക് എത്തി. വീട്ടിലെത്തിയിട്ട് എന്താണ് നമ്മൾ ചെയ്യണമെന്നല്ല കാണേണ്ടത്. എന്താ ഇവിടെ? യെസ്, കണ്ട ചന്ദ്രപൂർ. ഇതാണ് എന്റെ രണ്ടാമത്തെ ചേച്ചി. കേടാ, ഇത് രണ്ടാമത്തെ ചേച്ചിയുടെ രണ്ടാമത്തെ മോൻ വിഷ്ണു, ചേച്ചിയുടെ ഹസ്ബൻഡ് വിനോട്ടൻ, മൂത്ത കുട്ടി നൃത്യ, ഇത് ഇടയ്ക്കിടയ്ക്ക് ഇത് എന്റെ ഭാര്യ മൃദുല പിച്ചായി. അതാ കണ്ട എന്തൊക്കെയാണ്. നോർത്ത് ഇന്ത്യ ആണെന്നുണ്ടെങ്കിലും പേടിക്കൊന്നും വേണ്ട. പച്ചരി ചോറുണ്ട്, സാമ്പാറുണ്ട്, തോരൻ, പച്ചടി, മെഴുക്ക് വരട്ടി, അവിയല്, പപ്പടം, തൈര് മുളക് വറുത്തത്, അച്ചാറ്. അപ്പൊ ഇത് സംഭവം സർപ്രൈസ് ആയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞു. ചേച്ചിയുടെ അടുത്തും പിള്ളേരുടെ അടുത്തും ഒന്നും പറഞ്ഞിട്ടില്ല. വിനോട്ടിന്റെ അടുത്ത് മാത്രം പറഞ്ഞ് നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് വന്നതാണ്. പിന്നെ എങ്ങനെ ഇത്രയും ഡിഷസ് ഇവിടെ ഉണ്ടായി എന്ന ചോദ്യത്തിന് ഉത്തരവാണ് വിനോട്ടൻ പറഞ്ഞ് വീട്ടില് വിനോട്ടൻ 2 ഗസ്റ്റ് വരുന്നുണ്ട് ഇന്ന് ഞായറാഴ്ചയായിട്ട്. അപ്പൊ അവർക്ക് വേണ്ടി അടിപൊളിയായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കി വെച്ചതാണ് ഇത്രയും. നമ്മളിവിടെ വന്ന് സർപ്രൈസ് ആയത് വീഡിയോന്റെ ഫസ്റ്റ് നമ്മൾ ഇട്ട ചെറിയ ഗസ്റ്റിനെ കൊണ്ടുവരുന്നുണ്ട് പറഞ്ഞു. അപ്പൊ അവർക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തതാണ് ഫുഡൊക്കെ. ഗസ്റ്റ് കൊണ്ടുവരുന്നുണ്ട്, ഉണ്ണി വരെയാണെന്ന് ഞങ്ങൾക്ക് അറിയേയില്ലായിരുന്നു. ഒത്തിരി സർപ്രൈസ് ആയി. യെസ്, അപ്പൊ നമുക്ക് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി ബാക്കി കാണാം. ശേഷം പോയാ ധനു വിഷ്ണു ചേട്ടൻ കളിക്കാൻ പോയി. അവർക്ക് ഭയങ്കര സങ്കടം. അവർക്ക് ഇവിടെ കുറെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട്. വിഷ്ണുവിനാണെങ്കിലും നൃത്തിക്കാണെങ്കിലും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവരെല്ലാരും പല പല ഫ്ലാറ്റിലും പിന്നെ താഴെയൊക്കെ ആയിട്ട് കളിക്കുവാണ്. അപ്പം ധനു ആ ഒരു ഏജ് ഗ്രൂപ്പിൽ അല്ലാത്തത് കൊണ്ട് ഇപ്പൊ ആ ഒറ്റയ്ക്കായി പോയി. പക്ഷെ ഞാനും ചേച്ചിയും കൂടിയിട്ട് ധനുവിനെ ഇവിടെ അടുത്തൊരു പാർക്ക് ഉണ്ടായിരുന്നു, അവിടെ കൊണ്ടുപോയി ഫുൾ കളിപ്പിച്ചു. ഇല്ലേ മാ? ചങ്കടം വരണ്ടമ്മാ. ഇപ്പൊ വരും, വിഷുവായിട്ട് ഇപ്പൊ വരുമല്ലോ. നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ നാരായണ. ഹലോ എവരിവൺ, വെൽക്കം യു ഓൾ ടു മൃദ വ്ലോഗ്സ്. മൃദ വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, ലൈറ്റും കത്തി. അങ്ങനെ കുറേ
മാസങ്ങൾക്ക് ശേഷം അതെ, വലിയൊരു ഗ്യാപ്പിന് ശേഷം നമ്മൾ ഇതേ വീഡിയോ ആയിട്ട് വന്നേക്കാണ്. അതും വലിയൊരു വീഡിയോ അല്ലേ? നമ്മൾ 1.5 ദിവസം ട്രാവൽ ചെയ്ത് വന്ന് വലിയൊരു സർപ്രൈസ് ചേച്ചിക്ക് നൽകിക്കൊണ്ട് നമ്മളിപ്പോ നിൽക്കുന്നത് മഹാരാഷ്ട്രയിലാണ് ഗൈസ്. മഹാരാഷ്ട്രയിൽ ചന്ദ്രപൂർ ഡിസ്ട്രിക്റ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ എന്തിനാണ് നിൽക്കുന്നത്? ഇവിടെയാണ് എന്റെ രണ്ടാമത്തെ ചേച്ചി താമസിക്കുന്നത്. ചേച്ചി കല്യാണമൊക്കെ കഴിഞ്ഞ് വന്ന് ഇവിടെ എല്ലാം ഒക്കെ പഠിച്ച് ഇവിടുത്തെ ലോ അക്കാഡമിയിൽ ലോ കോളേജിൽ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി അളിയൻ ഇവിടെ കോൾ മൈൻസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി അളിയൻ 2 പിള്ളേര്. ഇവരെ എല്ലാവരും കാണാനും കുറച്ച് ദിവസം ഇവരോട് ഒന്ന് സ്പെൻഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് അല്ലേ? കല്യാണം കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഇവിടേക്ക് വന്നിട്ടേ ഇല്ല. ഏട്ടൻ ഏകദേശം വന്നിട്ട് ഒരു 10 വർഷമായി. അപ്പൊ ചേച്ചിക്ക് അറിയാനുണ്ടായിരുന്നില്ല. നമ്മൾ ചേട്ടനെ വിളിച്ച് പറഞ്ഞ് നൈസായിട്ട് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത്, കാരണം എനിക്കും ഏട്ടനും കറക്റ്റ് ഷൂട്ട് ഇല്ലാത്തൊരു ദിവസം കിട്ടിയപ്പോ തന്നെ ഞങ്ങൾ അപ്പൊ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അങ്ങനെ നേരെ ഇങ്ങോട്ടേക്ക് വന്നതാണ്. ആക്ച്വലി സർപ്രൈസ് വിസിറ്റ് ആയിരുന്നു. അതെ, ഇതിന്റെ ഫസ്റ്റ് ഉള്ള കുറച്ച് വീഡിയോസ് ഒക്കെ നിങ്ങൾ ലൈക്ക് കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ അധികം ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല. ബിക്കോസ് 1.5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ട്രെയിൻ ഇരിക്കുന്ന വീഡിയോ മാത്രം എടുത്തു കഴിഞ്ഞാൽ തന്നെ കാണും ഒരു വ്ളോഗിനുള്ളത്. സോ നമ്മളങ്ങനെ അധികം ഒന്നും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോ ഏകദേശം ഒരു 5 വർഷമായി ആവറായി നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട്. അതെ അതെ. എന്നിട്ട് നമുക്ക് ഇവിടെ വരാൻ പറ്റിയില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഷൂട്ടുള്ള ടൈമിന് അമ്മു ഫ്രീയും, അമ്മുവിന് ഷൂട്ടുള്ള ടൈമിന് അച്ഛൻ ഫ്രീയും. വിഷ്ണു ചേട്ടൻ കളിക്കാൻ പോയി. വിഷ്ണു ചേട്ടനെ കാണാൻ വേണ്ടിയിട്ട് മാത്രം തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിൻ കയറി 1.5 ദിവസം യാത്ര ചെയ്താണ് ഒരാൾ വന്നിരിക്കുന്നത്. ആരെ കാണാൻ? വിഷ്ണു ചേട്ടനെ കാണാൻ വന്നിരിക്കുകയാണ് നനുനി അല്ലേ? വിഷ്ണു ചേട്ടൻ താഴെ സൈക്കിളൊക്കെ ചവിട്ടി കളിക്കാനൊക്കെ പോയിരിക്കണം. ഇപ്പം വരും നനുവിനെ കാണാൻ. ഓക്കെ, ഇതാണ് നമ്മുടെ നൃത്യ. ഹലോ. ഓക്കെ, അപ്പൊ ചേട്ടൻ അവിടെ ചേട്ടൻ സ്പെഷ്യൽ കുക്കിംഗ് പരിപാടിയായിട്ടാണ് നിൽക്കുന്നത്. എന്താ ചിക്കൻ എന്തായിട്ടാ? എന്താണ് ചിക്കൻ എന്നറിയില്ല. ചിക്കൻ്റെ എന്തോ ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വിനോട്ടൻ കുഞ്ഞുനാൾ മുതലേ ഭയങ്കര കിടിലൻ കുക്കാണ്. അപ്പൊ ആളുടെ ഒരു കുക്കിംഗ് സ്റ്റൈലിലുള്ള ഒരു മഹാരാഷ്ട്രീയൻ ചന്ദ്രപൂർ സ്റ്റൈല് ചിക്കൻ കറിയാണ്. അതാ കണ്ട എന്തൊക്കെയാണ് ഇതൊക്കെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിരിക്കുന്നത് കണ്ടോ? ഇതൊന്നും പറഞ്ഞു തരും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് കഴിക്കണം. നോക്കട്ടെ, നമ്മുടെ കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് സാധനമാണ് ചിക്കനില്? വേറെ ഒന്നുമില്ല. ഉണക്കത്തേങ്ങ, കപ്പലണ്ടി, കോപ്ര എന്ന് പറയും. പിന്നെ ഇതിന് ഗാർലിക്, പിന്നെ ജിഞ്ചർ, പിന്നെ ഇവിടുത്തെ ചെറിയ ഉണക്ക മസാലകള്, പിന്നെ അത് കഴിഞ്ഞ് സവാല, പിന്നെ തക്കാളി, ഇതെല്ലാം കൂടെ എടുത്ത് അതിന്റെ ഓരോ ഇത് ഇടുന്ന രീതിയായിരിക്കും. അങ്ങനെയല്ല, എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇട്ടാലും വേറെ ഒരു കറിയായിരിക്കും. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന ആ കറിയല്ല. ആ സമയം അനുസരിച്ച് അത് ഇട്ട് ആ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് എടുക്കുന്ന ഒരു രീതിയാണ്. ഇന്ന് നോക്കാം. അലിയൻ ബോൺ ആൻഡ് ബോട്ടപ്പ് ഇൻ മഹാരാഷ്ട്ര ചന്ദ്രപൂർ ആണ്. അതാണ് മലയാളം ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടാ. എന്നാലും ചെറിയ ഒപ്പിക്കുന്നുണ്ടല്ലോ. മറാठी मध्ये बोलतो तुम्हाला समजते का? नाही समजत. തെലുഗു తెలుస్తుంది, కొంచెం వస్తుంది. ఇంకా ശരിയാവില്ല. അപ്പൊ ഷോർട്ട് കട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ഒത്തുചേർത്തിട്ട് എല്ലാം മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കണം ചിക്കൻ കറി. അതാണ്. അപ്പൊ നമ്മൾ ചിക്കൻ കറി ഉണ്ടായിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കാണിച്ചു തരാം. ടേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പറയാം എങ്ങനെ ഉണ്ടെന്ന്. ഏറ്റവും ചിക്കൻ കറി ഉണ്ടാക്കാൻ ഏറ്റവും ആദ്യമായിട്ട് ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞാൽ ചിക്കൻ കഴിഞ്ഞതിന് ശേഷം അതിനെ മെറിനേറ്റ് ചെയ്യാൻ വേണ്ടി അതിൽ ഉപ്പും മുളകും പിന്നെ ചെറിയ ഒരു സീക്രട്ട് മസാല എല്ലാം ഇട്ട് അതിനെ മെറിനേറ്റ് ചെയ്ത് അങ്ങനെ വെച്ചേക്കുക. എങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചും ചോദിച്ചാലും പുള്ളിക്കാരൻ ഇതിന്റെ ഒരു സീക്രട്ട് നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു തരില്ല. ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ നാട്ടിലെ ചിക്കൻ കറിയുടെ സെയിം ആണ്. പക്ഷെ ഉണ്ടാക്കുന്ന രീതി മഹാരാഷ്ട്രീയൻ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്ന രീതി ഡിഫറെന്റ് ആണ്. ഇതിനെ നമ്മളിവിടെ കടാ മസാല എന്നാണ് പറയുന്നത്. അപ്പൊ ഈ കടാ മസാല വറുത്ത് പൊടിക്കുന്നതും പിന്നെ മാരിനേറ്റ് ചെയ്യണതിലും ചെറിയ ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഇതിന്റെ ഇൻഗ്രീഡിയൻസിൽ കുറച്ച് ഉണ്ടാക്കുന്ന സ്റ്റൈലിലാണ് അതിന്റെ ഒരു ഡിഫറൻസും ടേസ്റ്റ് വ്യത്യാസം വരുന്നത്. പക്ഷെ പുള്ളിക്കാരൻ എത്ര തിരിച്ചു മറിച്ച് ചോദിച്ചാലും നിങ്ങൾക്ക് പറഞ്ഞില്ല. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ രാത്രിത്തെ വിശേഷം. നമ്മൾ അടിച്ച് പൊളിച്ച് ചിക്കനൊക്കെ കഴിച്ച് സൂപ്പർ ആയിട്ട് ഇന്ന് ഇരിക്കാൻ പോവാണ് ഇന്നത്തെ ദിവസം. ഇന്ന് ഉച്ചയ്ക്കാണ് ഇവിടെ യാത്ര ചെയ്ത് വന്നതുകൊണ്ട്. അതെ, ഇന്ന് യാത്ര ചെയ്ത് വന്നതുകൊണ്ട് തിരിച്ച് എനർജി ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിനുവാട്ടിന്റെ സ്പെഷ്യൽ ചിക്കൻ കറി. ഇവിടെ വേറൊരു പരിപാടി നടക്കുന്നുണ്ട് കണ്ട. അമ്മു വന്നിട്ട് ഒരു ബാർട്ടർ സിസ്റ്റമാണ് ഇവിടെ ട്രൈ ചെയ്യുന്നത്. കാര്യം ഇവിടെ വന്നിട്ട് അമ്മുവിന് കുറച്ച് കുക്കിംഗ് ടിപ്സ് പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അമ്മു അതിന് പകരമായിട്ട് കുറച്ച് ബ്യൂട്ടി ടിപ്സ് തിരിച്ച് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിലാണ്. അപ്പൊ സ്കിൻ കെയർ റൂട്ടീനൊക്കെ അതായി പറഞ്ഞു കൊടുക്കണം നിർത്തിക്ക് അല്ലേ അമ്മു? അങ്ങനെയല്ല, ആക്ച്വലി ഇവിടെ ഈ മൈനിങ്ങിന്റെ ഏരിയ ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് പൊല്യൂട്ടഡ് ആണ്.
അപ്പൊ നിർത്തിയനെ കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോ ഉണ്ടായിരുന്ന സ്കിന്നല്ല, അവൾക്ക് ഇപ്പൊ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി. അപ്പൊ ഞാൻ അവളുടെ അടുത്ത് ഇങ്ങനെ സ്കിൻ കെയർ ചെയ്ത് കൊടുക്കുമായിരുന്നു അവൾക്ക്. അതെ അതെ, ഇവിടുത്തെ വെതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചൂട് വരാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. നമ്മൾ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ തന്നെ മുഖം എല്ലാം മൂടിക്കെട്ടി 2 കണ്ണ് മാത്രമേ വെള്ളി കാണിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വേണം പുറത്തേക്ക് പോവാൻ. അങ്ങനെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തോന്ന് പറ്റുമെന്ന് വയറിളക്കം പിടിക്കുവോ? അതിന്റെ പേരെന്തോ ലൂ പിടിക്കും. ലൂ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുറത്തോട്ടിറങ്ങി വെയിൽ കൊണ്ട് തിരിച്ച് വീട്ടിലോട്ട് വന്ന മൊത്തം ഇളക്കമായിരിക്കും. ലൂ പിടിക്കും. ഇളകി നമ്മളൊരു പരുവാകും. അപ്പൊ അങ്ങനെ പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ മൊത്തം കെട്ടി മറച്ചോണ്ട് പോണത് നമ്മൾ, അല്ലേ? അതെ അതെ അതെ. അപ്പൊ ഞാന് ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ ഇവളുടെ സ്കിന്ന് ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയിലാണ്. നമ്മൾ സ്കിന്ന് ഹൈഡ്രേറ്റ് ചെയ്യാനും മോയ്സ്ചറൈസ് ചെയ്യാനും ഏറ്റവും അടിപൊളിയായിട്ട് നമ്മൾ നാച്ചുറലി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് സാധനം ഞാൻ പറഞ്ഞു കൊടുക്കും. അങ്ങനെ നാച്ചുറലി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഗൈസ് ഷിയ ബട്ടർ. റോ ഷിയ ബട്ടർ എന്ന സാധനം നിങ്ങൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ ട്രൈ ചെയ്തിട്ട് മേടിക്കണം. നല്ല സാധനമാണ്. രാത്രി ഇട്ടിട്ട് കിടന്നു കഴിഞ്ഞാൽ ഫേസ് ഒക്കെ പൊളിയാവും, അല്ലേ അമ്മു? അതെ അതെ. നമ്മുടെ വിനേഷ് നായരുടെ അതിഗംഭീരമായ ചിക്കൻ കറി റെഡിയായിക്കൊണ്ടിരിക്കണം. മണം കാരണം തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിലൊന്നും ആർക്കും ഇരിക്കാൻ വയ്യ. ആൾക്കാരൊക്കെ ഇറങ്ങി വന്ന് ചോദിക്കണം ഇവിടെ എന്തോ പാർട്ടിയാന്ന്. പറയൂ മിസ്റ്റർ വിനേഷ് നായർ, താങ്കൾ എത്ര വർഷമായി ഇതുപോലത്തെ ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ 4ാം ക്ലാസ് തൊട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. 4ാം ക്ലാസ് മുതൽ? കണ്ട, അതാണ് ഹിസ്റ്ററി. ഇപ്പൊ എത്ര 35 വർഷമായി. യെസ്, എല്ലാവരും ഉണ്ട്. നമ്മള് വിനുവേട്ടന്റെ ചിക്കൻ കറിയും റൊമാലി റൊട്ടിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. റുമാലി ഹോളി സാധനം, തിന്നസ്റ്റ് റൊട്ടി ഇൻ ദ വേൾഡ്. റൊട്ടിയാണ്, ഒരു രക്ഷയില്ലാത്ത റൊട്ടിയാണ്. ഇവര് രണ്ടുപേരും നമ്മുടെ ഗസ്റ്റാണ്. നന്ദിത ചേച്ചിയുടെ കോളേജിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫസർ സാറും ആളുടെ വൈഫും ആണ് വന്നിരിക്കുന്നത്. നമ്മള് ക്രിക്കറ്റ് ഫൈനൽ മാച്ച് ഇന്ത്യ വേഴ്സസ് ന്യൂസിലാൻഡ് കണ്ടുകൊണ്ട് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ഫുഡൊക്കെ കഴിക്കുന്നതിന്റെ ഒരു രീതി കേട്ടോ കേട്ടോ. യെസ്, നമുക്ക് ഡൈനിങ് ടേബിൾ ഒന്നും വേണ്ട, ഈ രീതിയിലാണ് കഴിക്കുക. യെസ്. അപ്പോൾ വിനോദിന്റെ സ്പെഷ്യൽ ചിക്കൻ കറി വേണം എന്നുള്ള ആൾക്കാർ ഇവിടെ ചന്ദ്രപൂരിലേക്ക് വന്നാൽ മതി. ഓൾവേസ് വെൽക്കം. ചിക്കൻ കറി ഫ്രീ ആണ്. അതെ, ചന്ദ്രപൂർ വരണമെന്നുള്ള ഒരു കണ്ടീഷനേ ഉള്ളൂ. അത് അവരവരുടെ ടിക്കറ്റും അവരവരുടെ പൈസ എടുത്ത് വരണം. ചേട്ടന്റെ ചിക്കൻ കറി ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇവിടെ പാതി മുക്കാലും കഴിച്ചു കഴിഞ്ഞു, എന്നിട്ടാണ് ഇതിന്റെ ടേസ്റ്റ്. വൻ പൊളി ടേസ്റ്റ് അല്ലേ അമ്മോ? എനിക്ക് ഹിന്ദി അറിയാത്തോണ്ട് ഞാൻ ഇവരോട് ആർക്കും ഒന്നും സംസാരിക്കണില്ല. അതെ അതെ അതെ, പക്ഷെ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ അച്ഛന്നൊക്കെ പറഞ്ഞു പോവും. ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഗൈസ് ഞങ്ങള് ഏട്ടൻ ഇവിടെ ഒരു മെന്റലിസം പെർഫോം ചെയ്യാണ്. ഏട്ടൻ്റെ മെന്റലിസം ചന്ദ്രപൂർ വരെ എത്തിയെന്നൊക്കെ. Clap for him. ध्यान से देखो. വിനീഷ് ഏട്ടൻ ഫുൾ ഓൺ മൂഡ്. वाह. ऊपर कैसे जाएंगे? बाकी कंटिन्यू. The red rubber band is completely locked inside the green rubber band from all the angles, right? And is there any possibility for this red rubber band to come outside?
to this way, no chance, to this way, no chance, but when I rub like this, it will come.